എന്നും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? മഞ്ഞും മഴയും വെയിലും ഒക്കെ നമ്മൾ ചോദിക്കും പോലെയാണ് കിട്ടുന്നേ. പറഞ്ഞു ജയിക്കാൻ വേണ്ടി മഞ്ഞിനെയും മഴേനെയും എന്തിനാ കൂട്ടുപിടിക്കുന്നേ? മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് വാ. ഇപ്പൊ എന്നെ കണ്ടപ്പോ ചന്ദ്ര സൈക്കിൾ നിർത്തി ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല, പിന്നെ നമ്മൾ പരിചയക്കാരല്ലേ, അതുകൊണ്ട് നിർത്തിയതാ. ആ, അപ്പൊ നമ്മൾ ചോദിക്കാൻ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചേ? സമ്മതിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഈ സൈക്കിളിൽ ഒന്ന് കയറ്റും. അതിനെന്താ, കേറിക്കോ. രാജിക്ക് സൈക്കിൾ ചവിട്ടറിയില്ലേ? എന്നെ ആരാ അതൊക്കെ പഠിപ്പിക്കുന്നേ? പഠിക്കണമെന്നുണ്ടോ? പിന്നില്ലേ. എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. താങ്ക് യു ചന്ദ്രു. ഇപ്രാവശ്യം കോളേജിൽ തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. എന്നെ പഠിപ്പിക്കണേ. തീർച്ചയായും. എന്താണ് ചന്ദ്രു? എന്റെ ആശാന, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഏതാടാ ആ പെണ്ണ്? അവിടുത്തെ ഇളയ കൊച്ച. അങ്ങനെ കൊച്ചൊന്നുമല്ല. അതിരിക്കട്ടെ, നീ ചായക്കട തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? നീ വണ്ടി പഠിക്കില്ലേ? തീരുമാനിച്ചിട്ടില്ല. എടാ, ആശാനും ശിഷ്യനും ഒക്കെ ആകുമ്പോ തല്ലിന്ന് കൊട്ടിന്ന് ഒക്കെ ഇരിക്കും. അങ്ങനെ വഴക്കിട്ട് പോവാൻ നോക്കിയാ അതിന് നേരം കാണും. നോക്കിയേ, നിനക്ക് പകരം ഞാൻ ഇതുവരെ ഒരു ക്ലിയർ എടുത്തിട്ടില്ല. നിന്നെ ഹെവി ഡ്രൈവറാക്കി ലോറി നിന്നെ ഏൽപ്പിക്കണമെന്നാ ഞാൻ വിചാരിച്ചേക്കണേ. അവള് നിനക്ക് എന്തെങ്കിലും കൂലി തരുവോടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. നീ അതൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിന്നോട് എനിക്കിപ്പോഴും സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. നടക്ക് മക്കളെ, ശരീരം ചീത്തയാക്കാതെ നടക്ക്. യോ, എന്തിനാ ഇതിനെ മാത്രമാക്കിയത്? ആ വലിയ മൂരയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഈ സാധനത്തിനും ചുമന്നുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ മാറ്റിനെയും കണ്ടിട്ട് പോരായിരുന്നു. മാറ്റിനി കാണുന്നതിനെന്താ, നീ നമുക്ക് എവിടെയെങ്കിലും കെട്ടിയിടാ. എവിടെ? സിനിമ കൊട്ടയ്ക്കകത്തോ? അല്ല, പുറത്തെവിടെയെങ്കിലും കെട്ടിട്ട സ്ഥലം ഉണ്ടാവൂലേ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തൽക്കാലം ഈ കയറി സ്വന്തം കഴുത്തിലോട്ട് കെട്ടിക്കും. പതുക്കെ പതുക്കെ ബ്രേക്ക് പിടിച്ചു. പതുക്കെ 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 പോ മോളെ, പതുക്കെ പറഞ്ഞ കേക്ക്. പേടിക്കണ്ട മോളെ. എങ്ങോട്ടാ മൂന്നാളും കൂടി? ഇവളെ ഒന്ന് ഡാക്ടറെ കാണിക്കാൻ. ഇവള് വലിയ പ്രശ്നക്കാരിയാ. ഞങ്ങള് ചിലപ്പോ മാറ്റിനെയും കണ്ടിട്ടേ വരൂ. വരട്ടെ. അതെ, എന്താ? എന്ത് വേണം? വണ്ടിയിലിടുന്ന പൂമാല വാങ്ങിച്ചില്ല. അതിന് ചേച്ചി ഇവിടെ ഇല്ല. അനിയത്തി തന്നാലും കുഴപ്പമില്ല. എന്ത് പൂമാലേ? അതിങ്ങി എടുത്തു തന്നാ ഞാൻ പോയേക്കാം. എനിക്കറിയില്ല മാലയും വിള എവിടെയാണെന്ന്. മോള് ദേഷ്യപ്പെടല്ലേ, എനിക്ക് ഗൂഡല്ലൂർക്ക് ഓട്ടമുള്ളതാ. ഈശ്വരന്റെ മുന്നിൽ മാല ചാർത്താതെ എങ്ങനെയാ വണ്ടി എടുക്കണേ? ഒന്ന് എടുത്തതാ മോളെ, അകത്ത് കാണും. ഇതൊരു ശല്യായല്ലോ.
ഇനിയാണെങ്കിൽ വെട്ടി കീറി ഞാൻ. പോകാൻ പോകാൻ പറഞ്ഞേ. ഇങ്ങനെ ഒരു അന്തമില്ലാതെ നോക്കിന്നാ പിന്നെ എങ്ങനെ ആരെങ്കിലും വന്നാ അറിയുന്നേ?